നമസ്കാരം. താനും സ്പേസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ്, LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും LDC എഴുതുന്ന എല്ലാവരും, അതുപോലെ LPP എക്സാം എഴുതുന്നവർ, CPO എക്സാം എഴുതുന്ന എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ക്വസ്റ്റ്യൻസേക്ക് നമുക്ക് നോക്കാം അല്ലേ. ഗെറ്റ് റെഡി. ക്വസ്റ്റ്യൻ നമ്പർ 1, കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി ഏതാണ്? ആൻസർ നെയ്യാർ. തെക്കേടത്തുള്ള നദി ഏതാണ്? നെയ്യാറാണ്. തെക്കേടത്തുള്ള നദി ഏതാണ്? നെയ്യാറാണ്. അടുത്തത്, ഹിമാലയത്തിൻ്റെ നട്ടെന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏതാണ്? ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏതാണ്? ആൻസർ ഏതാണ്? നട്ടെല്ല് ആരാണ്? ഹിമാദ്രിയാണ്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് ആരാണ്? ഹിമാദ്രിയാണ് അല്ലേ. ഇനി ഇവിടെ ഹിമാചൽ ആരാണ്? സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത് ഹിമാചലിലാണ് അല്ലേ. സിവാലിക്കിൽ എന്താണ്? ഭൂകമ്പ സാധ്യത കൂടുതലുള്ള പ്രദേശം, ഹിമാലയൻ പ്രദേശം ഏതാണ്? സിവാലിക്കാണ്. നെക്സ്റ്റ് നോക്കാം. ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം എന്താണ്? ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏതാണ്? അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം അല്ലേ. അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി എന്നിവയാണ് അത്. ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ചത് ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ അല്ലേ, ഏത് വംശമായിരുന്നു? ഏറ്റവും കൂടുതൽ കാലം ഏതായിരുന്നു? തുഗ്ലക് വംശമായിരുന്നു. തുഗ്ലക് വംശം. എന്നാൽ ഏറ്റവും കുറച്ച് കാലം ഭരിച്ചതാരാണ്? ഖിൽജി വംശമായിരുന്നു. ഏറ്റവും കുറച്ച് കാലം ഭരിച്ചത് ഖിൽജി വംശം. കൂടുതൽ കാലം ഭരിച്ചതാരായിരുന്നു? തുഗ്ലക് വംശവും ആയിരുന്നു. അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി എന്നതാണ് അതിൻ്റെ ഓർഡർ. നെക്സ്റ്റ് വൺ, വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ എന്താണ്? ആൻസർ തുളുവ. തുളുവ രാജവംശം. തുളുവ രാജവംശം. ആരാണത്? കൃഷ്ണദേവരായർ, തുളുവ രാജവംശം. കൃഷ്ണദേവരായർ, തുളുവ രാജവംശം. കൃഷ്ണദേവരായർ, തുളുവ രാജവംശം. നെക്സ്റ്റ്, കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ആൻസർ കബനി. കാവേരി. കബനി ഏതിൻ്റെയാണ്? കാവേരി. കബനി ഏതാണ്? കാവേരി. കബനി, കാവേരി അല്ലേ. അപ്പോൾ നോക്കാം, കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരിയുടെ പോഷക നദി ഏതൊക്കെയാണ്? കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരിയുടെ പോഷക നദി ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. 3 അല്ലേ. കബനി ഏത് വഴിയാണ്? വയനാട് വഴി. ഭവാനി പാലക്കാട് വഴി. പാമ്പാർ ഇടുക്കി വഴി അല്ലേ. ഇനി നോക്കി വേറെന്തും കൂടി പറയാം. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് ഏതൊക്കെ? കബനിയും ഭവാനിയും പാമ്പാറും അല്ലേ. ഈ കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലുതാരാണ്? കബനിയാണ് അല്ലേ. കബനിയാണ്. ചെറുതാരാണ്? പാമ്പാർ അല്ലേ. ചെറുത് പാമ്പാർ. പാമ്പാർ നദി ചെറുത്. നെക്സ്റ്റ്, ബിഹു ഏത് സംസ്ഥാന നൃത്തരൂപമാണ്? ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ബിഹു എന്ന് പറയുമ്പോൾ എന്താണ്? അസം. ബിഹു അസം. ബിഹു എന്താണ്? അസം അല്ലേ. അസമിൻ്റെ വേറെ എന്തൊക്കെ അറിയാം? അസമിൻ്റെ വേറെ എന്ത് പറയാൻ പറ്റും? ഏതൊന്ന്? ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആരാണ്? അസം അല്ലേ. കാമരൂപ എന്ന് പറയും അസമാണ്. പിന്നെന്താ? അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ആരാണ്? അസമിൻ്റെ ദുഃഖം ആരാണ്? ബ്രഹ്മപുത്ര അല്ലേ. അത് ഓർത്തിരിക്കാം. സാത്രിയ നൃത്തം അല്ലേ, മജുലി ദ്വീപിലൊക്കെ എന്താണ് സംഭവം? അതൊക്കെ അസവും ബന്ധപ്പെട്ടാണ്. അഹോ രാജവംശം ഒക്കെ അസമാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലൻറ്റ് വാലി ഏത് ജില്ലയിലാണ്? നിത്യഹരിത വനങ്ങളായ സൈലൻറ്റ് വാലി ഏത് ജില്ലയിലാണ്? അറിയാം. പാലക്കാട് ജില്ല അല്ലേ. മണ്ണാർക്കാട് താലൂക്ക് അല്ലേ. ഇനി ഈ സൈലൻറ്റ് വാലിക്ക് പേര് കൊടുത്താലാണ് റോബർട്ട് റൈറ്റ് ആണ് പേര് കൊടുത്തിട്ടുള്ളത്. ഇനി വേറെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, സൈലൻറ്റ് വാലി ദേശീയോദ്യാനമാക്കി പ്രഖ്യാപിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് അല്ലേ. എന്നാണത്? 1984 അല്ലേ. എന്നാൽ സൈലൻറ്റ് വാലി ഉദ്ഘാടനം ചെയ്ത ആരാണ്? രാജീവ് ഗാന്ധി. എന്നാണത്? 1985 84, 85 അല്ലേ. അപ്പോൾ ഈ സൈലൻറ്റ് വാലി ഏറ്റവും കൂടുതൽ കാണുന്ന ആരാണ്? സിംഹവാലൻ കുരങ്ങെന്ന് കൂടിയാണ്. കാരണം എന്താ?
വെടിപ്ലാവുകളുടെ സാന്നിധ്യം. ഇത്രയും പഠിച്ചേക്കുക. നെക്സ്റ്റ് വൺ, പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? കേരള സിംഹം ആരാണിത്? കേരള സിംഹം രചിക്കുന്ന ആരാണ്? KM പണിക്കർ. കേരള സിംഹം KM പണിക്കർ. സിംഹം KM പണിക്കർ അല്ലേ? KM പണിക്കർ. സർദാർ കാവാലം മാധവ പണിക്കർ. കാവാലം മാധവ പണിക്കർ. കാവാലം മാധവ പണിക്കർ അല്ലേ? ഈ സർദാർ KM പണിക്കർക്ക് വേറെ പ്രത്യേകത എന്തായിരുന്നു ഉള്ളത്? ഫസൽ അലി കമ്മീഷൻ അല്ലേ? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി കമ്മീഷനില്ലേ, ഓർമ്മയുണ്ടാവും. അതിനകത്തുള്ള അംഗമായിരുന്നു ആര്? KM പണിക്കർ അല്ലേ? അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് വൺ നോക്കാം. താഴെ പറയുന്ന അളവ് നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഏതൊക്കെ? താരാപൂർ മഹാരാഷ്ട്ര, നറോറ ഉത്തർപ്രദേശ്, കൽപ്പാക്കം കർണാടകം, കൈഗ കർണാടകം. ആൻസർ ഏതാണ്? കൽപ്പാക്കം കർണാടക അല്ലേ? ബാക്കിയൊക്കെ അറിയാമല്ലോ. കൈഗ നറോറ ഉത്തർപ്രദേശ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ചണമില്ലുകൾ പശ്ചിമ ബംഗാൾ. ചണമില്ലുകൾ എന്താണ്? പശ്ചിമ ബംഗാളാണ്. നെക്സ്റ്റ് വൺ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരായിരുന്നു? ചൗ എൻ ലായ്. ആരാണ്? ചൗ എൻ ലായ് ആണ്. ചൗ എൻ ലായ്. എന്നാൽ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? 1954 ചൈനീസ് പ്രധാനമന്ത്രി, അതുപോലെ ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ആര്? ജവഹർലാൽ നെഹ്റു അല്ലെ? ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായും ചേർന്ന് ഒപ്പുവെച്ച് ഇവിടെ പഞ്ചശീല തത്വങ്ങളിൽ. അപ്പോൾ അതിനകത്ത് ചൈനയിൽ എവിടെ വെച്ചാണ് നടക്കുന്നത്? പെക്കിങ്ങിലാണ്. പെക്കിങ് എന്ന സ്ഥലത്താണ്. പെക്കിങ്. ചൈനയിലെ പെക്കിങ്ങിലാണ് പഞ്ചശീല കരാർ ഒപ്പുവെച്ചത്. എന്താണത്? 1954 അല്ലേ? അപ്പോൾ പഞ്ചശീല തത്വങ്ങളുടെ ഉപജ്ഞാതാവെന്ന് പറയുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ? ചൗ എൻ ലായെ അറിയാം. ഇപ്പോൾ കറണ്ടിൽ ഈ ചോദ്യങ്ങൾ നല്ലോണം ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന എന്താണ്? റിസർവ് ബാങ്ക് അല്ലേ? ബാങ്കുകളുടെ ബാങ്ക് എന്താണ്? റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം മുംബൈ. അറിയാം. നെക്സ്റ്റ്, ദേശീയ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? പാസ്സാക്കിയ വർഷം 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? രംഗനാഥ് മിശ്ര അല്ലേ? രംഗനാഥ് മിശ്രയാണ് ആദ്യത്തെ അധ്യക്ഷൻ. എന്നായിരുന്നു ഡേറ്റ്? 1993 സെപ്റ്റംബർ അല്ലേ? 28 നിയമം വന്നു അല്ലേ? കമ്മീഷൻ വന്നു. എന്നാണ് നിലവിൽ വരുന്നത്? ഒക്ടോബർ 12 ഈ ഡേറ്റ് ഓർത്തിരുന്നാൽ മതി. 93 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ അല്ലേ? അതിൻ്റെ ആസ്ഥാനം ഇവിടെ അറിയപ്പെടുന്ന സ്ഥലം മാനവ് അധികാർ ഭവൻ. മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹിയിൽ. മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹിയിൽ. നെക്സ്റ്റ് വൺ, ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? 21, 16, 24, 23 ഏതിലാണ് നിരോധിച്ചിരിക്കുന്നത്? ബാലവേല 24 നിരോധിച്ചിരിക്കുന്നത്. 24 നിരോധിച്ചിരിക്കുന്നത് അല്ലേ? വർഷം ഏതാണ്? 1986. വർഷം ഏതാണ്? 1986 കേട്ടോ. വർഷം 1986 അല്ലേ? ഈ ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് പറഞ്ഞൊരു പേരുണ്ട്. എന്തായിരുന്നു? റഗ് മാർക്ക് അല്ലേ? റഗ് മാർക്ക് എന്ന പദം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ആശയം കൊണ്ടുവന്ന ഒരാളുണ്ട്. ആരാണത്? കൈലാഷ് സത്യാർത്ഥി അല്ലേ? അവരൊക്കെ ആ സമയത്ത് ഓർക്കണം. കൈലാഷ് സത്യാർത്ഥി. ഇവിടെ NCPCR ഉണ്ട്. ഇപ്പോൾ NCPCR ചോദിക്കുന്നുണ്ട് 24. എന്താണ് NCPCR? നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് അല്ലേ? NCPCR 2007 മാർച്ച് 5 വന്നിട്ടുള്ളത്. NCPCRക്ക് ഇപ്പോൾ കമ്മീഷൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട് എപ്പോഴും. നെക്സ്റ്റ്, കേന്ദ്ര മാനവശേഷി വികസന മന്ത്രി ആര്? കേന്ദ്ര മാനവശേഷി വികസന മന്ത്രി ആരാണ്? ആ സമയത്ത് പ്രകാശ് ജാവ്ദേക്കർ കേട്ടോ.
യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം അറിയാം, ബ്രസൽസ് അല്ലേ. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം എന്താണ്? ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം. വർഷം എന്നാണ് 1993 തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്നത്. ആസ്ഥാനം ബ്രസൽസ്, ബെൽജിയം കേട്ടോ. അന്ന് എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 28 ആണ് അംഗങ്ങളുടെ എണ്ണം. ആദ്യം ഉണ്ടായിരുന്നത് 28 ആയിരുന്നു അംഗങ്ങളുടെ എണ്ണം. അത് പിന്നീട് കുറയുന്നുണ്ടായിരുന്നു കേട്ടോ. 27 ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ, 1957 വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്നായിട്ട് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയെ വാഴിച്ചത് ആരെയാണ്? എന്നതിന് ശേഷം 1957 വിപ്ലവത്തിന് ശേഷം ഡൽഹിയിൽ ചക്രവർത്തിയെ വാഴിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്ത് പറയുന്നുണ്ട്? ബഹദൂർ ഷാ രണ്ടാമനായിരുന്നില്ലേ. ഇദ്ദേഹമായിരുന്നു ഇന്ത്യയിലെ അവസാനത്തെ മുഗൾ രാജാവ്. ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു അല്ലേ. നെക്സ്റ്റ് വൺ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പോവർട്ടി അല്ലേ. അത് ബന്ധപ്പെട്ട ആരാണ്? ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ദാദാഭായ് നവറോജി അദ്ദേഹം ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികനാണ്. പാഴ്സി രാജവംശത്തിൽപ്പെടുന്ന ആളായിരുന്നു. പിന്നെന്താ ഉള്ളത്? ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനായിരുന്നു ദാദാഭായ് നവറോജി. പെട്ടെന്നുകൂടി ഉണ്ടല്ലോ, എന്തായിരുന്നു? ചോർച്ച സിദ്ധാന്തം എന്ന് പറയും. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം എഴുതിയത് അല്ലേ. അറിയാം, ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം എഴുതുക. പിന്നെ നിർമ്മാണസഭയുടെ അധ്യക്ഷനായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നില്ലേ. അതിൻ്റെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു അല്ലേ. ഇനി എന്താ എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഭരണശില്പി ആരായിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു. ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. നെക്സ്റ്റ് വൺ നോക്കാം. അടിസ്ഥാന തലത്തിൽ കായിക രംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? ഖേലോ ഇന്ത്യയാണ് പുതിയ പദ്ധതി അല്ലേ. 2016 പദ്ധതിയാണെന്ത്? ഖേലോ ഇന്ത്യ അല്ലേ. പ്രഥമ ഖേലോ ഇന്ത്യ ഗെയിംസ് ജേതാക്കൾ ആരായിരുന്നു? ഹരിയാന. വെറുതെ ഓർത്തിരിക്കുക. 15ാം കേരള നിയമസഭയുടെ സ്പീക്കർ ഇന്നത്തെ എത്ര ഇല്ലേ. അതൊക്കെ പിന്നീട് കളഞ്ഞു. നോക്കാം. 14ാമത്തത് ശ്രീരാമകൃഷ്ണനായിരുന്നു. അതുകൊണ്ട് അവിടെ കിടന്ന് 15ആയപ്പോൾ അത് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ദേശീയ വിവരാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? എത്ര പേരുണ്ട്? 4 അല്ലേ. ദേശീയ മനുഷ്യാവകാശ നിയമം എന്ന് പറയുമ്പോൾ എന്താണത് പാസ്സാക്കുന്നത്? 93. ഇവിടുത്തെ ആൻസർ നമ്മുടെ എത്രയാണ്? 4 ആൻസർ. ഓക്കെ. ഇനി 93 സെപ്റ്റംബർ 28 ആദ്യം വന്നു. നിലവിൽ വരുന്നത് എന്നാണ്? 93 ഒക്ടോബർ 12 പറഞ്ഞു കഴിഞ്ഞ് 12 അല്ലേ. ഇവിടെ ചെയർമാനെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്ന ആൾക്കാരാണ് രാഷ്ട്രപതിയാണ്. നെക്സ്റ്റ് നോക്കാം. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എന്താണ്? ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ജനകീയ പദ്ധതി ഏതാണ്? 9. ജനകീയ പദ്ധതി 9ാം പദ്ധതി. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി എന്താണ്? അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത പദ്ധതി എന്തായിരുന്നു? അഗതികൾക്ക് വേണ്ടി കൊടുത്തത് എന്തായിരുന്നു? ആശ്രയം. അഗതികൾക്ക് വേണ്ടി ആശ്രയം കൊടുത്തു. അഗതികൾക്ക് ആശ്രയം കൊടുത്തു. അടുത്തത്, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ്? മനുഷ്യാവകാശ 93.
വിമോചന സമരം നടന്ന വർഷം, വിമോചന സമരം നടന്ന വർഷം 59 അല്ലേ? അതായത് EMS സർക്കാരിൻ്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് 59 ജൂൺ 12 എന്ത് നടക്കുക? മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ എന്ത് നടന്നു? വിമോചന സമരം നടക്കുന്നത് അല്ലേ? ഇനി ഈ സമരത്തിന് ആ പേര് കൊടുത്ത ആരാണ്? പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല. സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം അവിടെ ഉണ്ടാവുന്നത് അല്ലേ? ഇടുക്കിയിൽ. അവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ എല്ലാം ഉണ്ടാവും. ഇടുക്കിയിലാണ് ഉണ്ടാവും അല്ലേ? ഇടുക്കി എന്ന് പറയുമ്പം അവിടെ തേയില കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ്, കുരുമുളക് കൂടുതലുണ്ട് അല്ലേ? നെക്സ്റ്റ് നോക്കാം. 2015 ഈ ഇടുക്കിക്ക് വേറെ പ്രത്യേകത ഉണ്ട്. എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള ജില്ല ഏതാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. നെക്സ്റ്റ് നോക്കാം. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരെന്താണ്? പുതിയ സംവിധാനത്തിൻ്റെ പേര് അറിയാമല്ലോ, എന്താണ്? നീതി ആയോഗ് അല്ലേ? നീതി ആയോഗ് എന്ന വർഷം 15 ജനുവരി 1. ഫുൾ നെയിം അറിയാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് കേട്ടോ ഫുൾ നെയിം. നെക്സ്റ്റ് നോക്കിയാൽ 2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ലക്ഷ്യം സുസ്ഥിര വികസനം അല്ലേ? സുസ്ഥിര വികസനം. ഇനി നോക്കാം. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം. ഒരു നിശ്ചിത പാതയിലൂടെ ആറ്റത്തിനെ ചുറ്റി സഞ്ചരിക്കുന്ന കണം ആരാണ്? ഇലക്ട്രോണാണ്. ഏത് കണമാണത്? ഇലക്ട്രോണാണ് അല്ലേ? ഏത് കണമാണ്? ഇലക്ട്രോൺ അല്ലേ? ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ. അപ്പോൾ കറങ്ങിക്കൊണ്ടേ ഇരിക്കാനും പറ്റും അല്ലേ? ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണവുമാണ് എന്ത്? ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഈ ആറ്റം എടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട കണങ്ങൾ ഏതൊക്കെയാണ്? 3 അറിയാമല്ലോ. പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണുമാണ് അല്ലേ? 3 കണങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണുമാണ്. ഇലക്ട്രോണിനെ പറഞ്ഞപ്പോൾ അത് കണ്ടുപിടിച്ച ആരാണ്? അറിയാം നമുക്ക്, JJ തോംസൺ എപ്പോഴും അല്ലേ? ഈ JJ തോംസൺ. നെക്സ്റ്റ് നോക്കാം. ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേര് ഏതാണത്? ഇരുമ്പിൻ്റെ പ്രധാന ഹേമ ആണോ? ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേരെന്താണ്? ഹേമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേരെന്താണ്? ഹേമറ്റൈറ്റ്. ഒരു മിനിറ്റ്. ഹേമയാണ് ഇരുമ്പിൻ്റെ കൂട്ടുകാരെന്താണ്? ഹേമ. ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേര് ഹേമറ്റൈറ്റ്. വേറെ ആരും കൂടി ഉണ്ട് അവർക്ക്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അല്ലേ? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് ഇരുമ്പിൻ്റെ പ്രധാന അയിര് കേട്ടോ. ഇവിടെ ഹേമറ്റൈറ്റ് നമുക്കുണ്ട് അല്ലേ? ബോക്സൈറ്റ് നമുക്കറിയാം, AL അല്ലേ? സിങ്ക് ബ്ലെൻഡ് ആരാണ്? സിങ്ക്. പിന്നെന്താ? കോപ്പർ പൈറൈറ്റീസ് ഉണ്ടല്ലേ? അത് കോപ്പർ. എളുപ്പമല്ലേ? നെക്സ്റ്റ്, പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? 18 ഗ്രൂപ്പ് ഉണ്ടെന്ന് ഓർക്കുക. 18 ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? പീരീഡ്സ് എത്ര ഉണ്ട്? 7 അല്ലേ? 7 ദിവസം പീരീഡ്സ് അല്ലേ? 7 ദിവസം സാധാരണ കണക്കൂട്ടുക. പീരീഡ്സ് 7 ദിവസം. പീരീഡ്സ് എന്ന് പറയുമ്പോൾ ലേഡീസ് അങ്ങനെ ഓർക്കുക. പീരീഡ്സ് 7 ദിവസം തെറ്റിപ്പോകത്തില്ല. അതൊരു തെറ്റായ കാര്യമല്ല, അങ്ങനെ തന്നെ ഓർക്കുക. ബോയ്സിന് ഓർക്കുക, നോ പ്രോബ്ലം. പീരീഡ്സ് 7 ദിവസമാണ് നമ്മൾ നോക്കുക. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറായിരിക്കും 7 ദിവസം എന്നൊക്കെ ഇപ്പോൾ ആരും അല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്കിപ്പോൾ ഓർത്തിരിക്കാൻ വേണമെങ്കിൽ 7 ദിവസം പീരീഡ്സ് അല്ലേ? എത്ര പീരീഡ്സ് ഉണ്ട്? പീരിയോഡിക് ടേബിളിൽ പീരീഡ്സാണ് 7 കേട്ടോ. അപ്പോൾ പീരീഡ് 7. നെക്സ്റ്റ് നോക്കാം. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഏത് വാതകമാണ്? ഓക്സിജൻ അല്ലേ? ഓക്സിജനാണ് ഉപയോഗിക്കുക അല്ലേ? സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഇത് തന്നെയാണ്, ഓക്സിജൻ അല്ലേ? ആണല്ലോ. എന്നാൽ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം വഴി പുറത്തുവിടുന്ന വാതകം അല്ലേ? പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജനാണ്. അവരതിന് ഉപയോഗിക്കുന്ന വാതകം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജനാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം പുറത്തേക്ക് കളയുന്നത് ഓക്സിജനാണ് അല്ലേ? പ്രകാശ സംശ്ലേഷണ സമയത്ത് ഒരു ആഗിരണം ചെയ്യുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ഭക്ഷണം പാകം ചെയ്യാൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ്,
താഴ്ത്തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? സിലിക്കയാണ്. ഗ്ലാസ് നിർമ്മാണം സിലിക്കയാണ്. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സിലിക്കയാണ്, അല്ലേ? ഫൈബർ ഗ്ലാസ് ഒക്കെ പറയും. ഫൈബർ ഗ്ലാസ്സിലെ പ്രധാന ഘടകം സിലിക്കയാണ്. ഫൈബർ ഗ്ലാസ്സിലെ പ്രധാന ഘടകം സിലിക്ക. അതുപോലെ ജലത്തിൽ ലയിക്കുന്നൊരു ഗ്ലാസ് ഉണ്ട്, വാട്ടർ ഗ്ലാസ്. ജലത്തിൽ ലയിച്ചു പോകുന്നത് വാട്ടർ ഗ്ലാസ്, അല്ലേ? ഹാർഡ് ഗ്ലാസ് എന്താണ്? പൊട്ടാഷ് ഗ്ലാസ്. ഹാർഡ് ഗ്ലാസ് പൊട്ടാഷ് ഗ്ലാസ് ആണ് കേട്ടോ. അതുപോലെ നമ്മുടെ ലബോറട്ടറി ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കില്ല ആ ഗ്ലാസ് എന്താണ്? പൈറക്സ് ഗ്ലാസ് എന്ന് പറയും. പൈറക്സ് ഗ്ലാസ്. എന്നാൽ ഇനി വേറൊന്നും ഉണ്ടല്ലോ, ക്രൂക്സ് ഗ്ലാസ് അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ക്രൂക്സ് ഗ്ലാസ് എന്താണ്? അൾട്രാവയലറ്റ് രശ്മി കടത്തിവിടാത്ത ഗ്ലാസ് ആണ് എന്ത്? ക്രൂക്സ് ഗ്ലാസ്, അല്ലേ? ക്രൂക്സ് ഗ്ലാസ്. നെക്സ്റ്റ് വൺ, ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? ഏതിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? എന്തില്ലാത്തതുകൊണ്ടാണ് അവിടെ ശൂന്യാകാശത്ത്? വായുവിൻ്റെ അഭാവം മൂലം. വായുവിൻ്റെ അഭാവം മൂലം, അല്ലേ? അപ്പം വായുവിൻ്റെ ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ്? 340 മീറ്ററാണ് അതിൻ്റെ വേഗത, അല്ലേ? ഇനി ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഊർജ്ജ രൂപം ഏതാണ്? ശബ്ദമാണ്. ശബ്ദം ആണ്, അല്ലേ? അതിന് മാധ്യമം ആവശ്യമില്ല. അതിന് മാധ്യമം ആവശ്യമില്ല, അത് സഞ്ചരിച്ചുകൊണ്ടു. ഓക്കെ. നെക്സ്റ്റ്, എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിരുദ്ധവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. ഐസക് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണിത്? എത്രാമത്തെയാണ്? 3ാം ചലന നിയമമാണ്. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. 3ാമത്തെയാണത്, അല്ലേ? അപ്പോൾ 1ാം ചലന നിയമം എന്തിനാണ് പറയുന്നത്? ബലത്തിനെ പറ്റിയാണ് പറയുക, അല്ലേ? ജഡത്വമൊക്കെ പറഞ്ഞ കാര്യം വരത്തില്ല, അത് ബലത്തിനെ പറ്റിയാണ്. ഇപ്പോൾ 2ാമത്തെ ചലന നിയമം എന്താ പറയും? എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നൊക്കെ പറയില്ലേ? റോക്കറ്റുകളുടെ എഫ് ഈസ് ഈക്വൽ ടു എം എ, ഫോഴ്സിൻ്റെ എം എ, അല്ലേ? ആക്ക വ്യത്യാസമൊക്കെ പറയുന്നത് 2ാം ചലന നിയമമാണ്. ആക്ക വ്യത്യാസത്തിൻ്റെ കാര്യം പറഞ്ഞ് 2ാം ചലന നിയമം. 3ാമത്തേതാണ് എന്ത്? റോക്കറ്റുകളുടെ പ്രവർത്തന നിയമം, അല്ലേ? 3ാം ചലന നിയമം. 1 ബലത്തിനെക്കുറിച്ച് പറയുന്നത്, 2 എന്താണ്? ആക്കത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നൊക്കെ പറയും. 3ാമത്തെ എന്താണ്? റോക്കറ്റുകൾ പ്രവർത്തനമുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയും. ഇതാണ് എന്തത്? എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം, അല്ലേ? ഒരാളെ കളഞ്ഞപ്പോൾ ഉള്ള എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? 8. പ്ലൂട്ടോയെ കളഞ്ഞില്ലേ? പ്ലൂട്ടോ ഇപ്പോൾ ഇല്ലായിരുന്നു, അപ്പോൾ ചോദിച്ച ചോദ്യമാണിത്. ഏറ്റവും അടുത്ത ഗ്രഹം, സൂര്യൻ്റെ ഏറ്റവും അടുത്ത ഗ്രഹം ബുധൻ, അറിയാമല്ലോ. നെക്സ്റ്റ് വൺ, ജലം ഐസാകുന്ന താപനില ഏതാണ്? ജലം ഐസാകുന്ന താപനില ഏതാണ്? ജലം ഐസാകുന്ന താപനില ഏതാണ്? അറിയാം, 0 ഡിഗ്രി സെൽഷ്യസ്, അല്ലേ? 0 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. ഇനി ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുന്നത് എത്ര ഡിഗ്രിയിലാണ്? സാന്ദ്രത കൂടുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്, അല്ലേ? ഒരു ചോദ്യം ചോദിക്കാം. കേവല പൂജ്യം എന്നറിയപ്പെടുന്ന ഊഷ്മാവ് എത്രയാണ്? കേവല പൂജ്യം എത്രയാണ്? -273.15 15 ഡിഗ്രി സെൽഷ്യസ് കേവല പൂജ്യം, അറിയാമല്ലോ. നെക്സ്റ്റ് വൺ, ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? എന്താണ്? ശബ്ദം ഡെസിബൽ. ശബ്ദം എന്ന് പറയുമ്പോൾ അത് ഡെസിബൽ, DBയിലാണ്, ഡെസിബലാണ്, അല്ലേ? ശബ്ദം തീവ്രത അളക്കുന്നത് ഡെസിബലാണ് അളക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ മനുഷ്യർക്ക് സഹനീയമായ അല്ലെങ്കിൽ മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്ന ഉയർന്ന ശബ്ദപരിധി എത്രയാണ്? 120 ഡെസിബിളാണ്. 120 ഡെസിബിൾ, 120 ഡെസിബിളാണ് മനുഷ്യർക്ക് കേൾക്കാവുന്നത്, അല്ലേ? എന്നാൽ തകരാറുണ്ടാക്കുകയാണെങ്കിൽ 120 മുകളിൽ പോയാൽ ചെവി തകരാറിലാകും, അല്ലേ? നെക്സ്റ്റ് നോക്കാം. മനുഷ്യരുടെ അടുത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവ ഗ്രന്ഥി ഏതാണ്? ഏറ്റവും വലിയ അന്തസ്രാവ ഗ്രന്ഥി ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥി. ആഡംസ് ആപ്പിൾ, അല്ലേ? ആഡംസ് ആപ്പിൾ എന്നൊക്കെ പറഞ്ഞ തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ ഉൽപ്പാദനം കുറയുമ്പോൾ ഉണ്ടായ രോഗം എന്താണ്? തൊണ്ടമുഴ, അല്ലേ? നെക്സ്റ്റ്, വിറ്റാമിൻ ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യ വിറ്റാമിൻ ഏതാണ്? കാഴ്ച, വിറ്റാമിൻ എ. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? പേശികളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, പേശി പ്രവർത്തനം സെറി
ബെല്ലമാണ്. സെറിബെല്ലം. പേശി പ്രവർത്തനം സെറിബെല്ലം. DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ്? DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് ഏതിനാണ്? പോളിയോ. മലയൻ ഡ്വാർഫ് ഏത് വിളയുടെ സങ്കരയിനമാണ്? തേങ്ങ. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചിട്ട ശാസ്ത്രജ്ഞൻ ആരാണ്? പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആരാണ്? ലൂയി പാസ്റ്റർ. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പകരം പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെട്ടത് മൂലം ഉണ്ടാകുന്ന രോഗം. മനുഷ്യൻ്റെ കണ്ണിൽ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഏത് രോഗമാണിത്? തിമിരം. ലെൻസ് അല്ലേ, പ്രകാശം കടന്നു പോകത്തില്ല, അപ്പോഴാണ് തിമിരം ഉണ്ടാകുക. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആരാണ്? ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആരാണത്? വാൻഗാരി മാതായ്. ഖാദി ബോർഡ് എക്സാമിനൊക്കെ ഇവർ ചോദിച്ചിട്ടുണ്ട് അല്ലേ? വാൻഗാരി മാതായ് ഒന്ന് ഓർത്ത് വെച്ചു. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എൻ്റെ കൂടെയുള്ള റിസർച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന സംഘടന ആരംഭിച്ച വനിത വാൻഗാരി മാതായ്. നെക്സ്റ്റ് വൺ. ഇപ്പോൾ ജൂൺ 5 വന്നുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ഒരു പരിസ്ഥിതി സംഘടന ഉള്ളതുകൊണ്ട് ചോദിക്കാം, എന്നൊരു ധാരണയുണ്ട് അല്ലേ? നെക്സ്റ്റ് വൺ. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏതാണ്? രോഗപ്രതിരോധ ശേഷി നൽകുന്ന ബ്ലഡിലെ പ്രധാന ഘടകം ഏതാണ്? രോഗപ്രതിരോധ ശേഷി ആർക്കാണത്? ആർക്കുള്ളത്? ശ്വേതരക്താണുക്കൾ. നെക്സ്റ്റ് നോക്കാം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കാസർഗോഡ്. നെക്സ്റ്റ് വൺ. 51. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 52 ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 53 ഓപ്ഷൻ എ ആണ്. 54ൻ്റെ ആൻസർ ബി ആണ് ഓപ്ഷൻ. 55ൻ്റെ ഓപ്ഷൻ എ ആണ്. 56ൻ്റെ ഓപ്ഷനാണ് 50 ആണ്. 57 സി തന്നെയാണ്. 58 ബി ആണ്. 59 ഓപ്ഷൻ ബി ആണ്. 60 എന്ന് പറയുമ്പോൾ 60യുടെ 12% ഇതാണ്. 61 ഓപ്ഷൻ ഡി. 62 ഓപ്ഷൻ സി. 63 എന്ന് പറയുമ്പോൾ ബി ആണ്. 64 എ ആണ്. 65 എ ആണ്. 66 എന്ന് പറയുന്നത് ബി ആണ്. 67 ഡി ആണ് 12. 68 10 സെക്കൻഡ് സി. 69 3. 70 എന്ന് പറയുമ്പോൾ 8/3 ഓപ്ഷൻ ബി ആണ്. ഇംഗ്ലീഷ് നോക്കാം നമുക്ക്. 10,000 rupees dash a large sum. 10,000 rupees dash a large sum. എന്താണിത്? സപ്ലൈ അപ്രോപ്രിയേറ്റ് വെർബ് കൊടുക്കുക. സപ്ലൈ അപ്രോപ്രിയേറ്റ് വെർബ് ഏതാണ് വരിക? 10,000 rupees ഈസ് എ ലാർജ് സം. 10,000 rupees ഈസ് എ ലാർജ് സം അല്ലേ? അതായത് സിംഗുലർ ആയിരിക്കും ഇവിടെ അല്ലേ വരിക. സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. 10,000 rupees എന്ന് പറഞ്ഞേക്കാം. അതുപോലെ ഇപ്പോൾ എമൗണ്ട് ഓഫ് മണി അല്ലേ, 10,000 rupees എമൗണ്ട് ഓഫ് മണി വന്നുകൊണ്ട് അവിടെ ഈ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം, ഈസ് വന്നേക്കുന്നത്. അതുപോലെ 5 kilometers എന്ന് പറയുമ്പോഴും ഈസ് അല്ലേ, ഈസാണ് വരിക. 5 kilometers ഈസ്. സോ 10,000 rupees ഈസ് എ ലാർജ് സം. ഈസാണ് വരിക. ഈസ് എ ലാർജ് സം. നെക്സ്റ്റ്. നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ.
ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ. നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫങ്ഷൻ. ഇപ്പോൾ ഇവിടെ നോക്കുക, നൺ ഓഫ് ദം, നൺ അല്ലേ, നോട്ടുണ്ട് അവിടെ അല്ലേ, നോട്ടുണ്ട്. നൺ ഓഫ് ദം എന്ന് പറയുമ്പോൾ എങ്ങനെ തുടങ്ങേണ്ടത്? ദേ ആയിരിക്കും എൻ്റെ ക്വസ്റ്റ്യൻ ടാഗിൽ വരിക അല്ലേ. അറ്റൻഡഡ്, ഡു, ഡിഡ്, ഫോർ, അപ്പോൾ ഡിഡ് ദേ വരും. ഓക്കെ. നെക്സ്റ്റ്, എ ഡാഷ് ഓഫ് കാറ്റിൽ ഈസ് പാസിങ് ത്രൂ ദി ഫോറസ്റ്റ്. എ ഡാഷ് ഓഫ് കാറ്റിൽ ഈസ് പാസിങ് ത്രൂ ദി ഫോറസ്റ്റ്. എ ഡാഷ് ഓഫ് കാറ്റിൽ, കാറ്റിലിൻ്റെ കൂട്ടം എന്ത് പറയുന്നതിന്? ഡാഷ് ഓഫ് കാറ്റിൽ മീൻസ് ഇവിടെ എന്താ ഉള്ളത്? ഹേർഡ് ഓഫ് കാറ്റിൽ, ഹേർഡ് ഓഫ് കാറ്റിൽ, ഹേർഡ് ഓഫ് കാറ്റിൽ. നെക്സ്റ്റ്, ദ വർക്കേഴ്സ് ബിൽറ്റ് എ ബ്രിഡ്ജ്. ദ വർക്കേഴ്സ് ബിൽറ്റ് എ ബ്രിഡ്ജ്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസ് ആക്കാൻ ഏതാ വരിക? എ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് ബൈ ദി വർക്കേഴ്സ് അല്ലേ. എ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് ബൈ ദി വർക്കേഴ്സ്. ഇവിടെ വർക്കേഴ്സാണ്, എ ബ്രിഡ്ജാണ്. അപ്പോൾ ഇത് പറഞ്ഞ് തിരിച്ചു അല്ലേ. എ ബ്രിഡ്ജ് ബിൽറ്റ് എന്നുള്ളത് വാസ് ബിൽറ്റ് ബൈ ദി വർക്കേഴ്സ്. ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി ഗുഡ്. കറക്റ്റ് ദ സെൻറ്റൻസ്. സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാൻ അല്ലേ. ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി ഗുഡ്. എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? ആൻസർ ഏതാണ്? ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി വെൽ. ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി വെൽ. വെരി വെൽ എന്ന് മതിയാവും. ദ ഹൈ പ്രൈസ് സർപ്രൈസ്ഡ് ഹിം. ദ ഹൈ പ്രൈസ്, ദ അണ്ടർലൈൻഡ് വേർഡ് ബിലോങ്സ് ടു വിച്ച് പാർട്ട് ഓഫ് സ്പീച്ച്? ഹൈ എന്നുള്ളത് ഏത് പാർട്ട് ഓഫ് സ്പീച്ചിലാണ് വരിക? ആഡ്ജക്റ്റീവ് ആണോ, ആഡ്വർബ് ആണോ, നൗൺ ആണോ, പ്രൊനൗൺ ആണോ അല്ലേ. പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണത്? നാമത്തെ വിശേഷിപ്പിച്ചല്ല. അപ്പോൾ എന്താ വരിക? അല്ലേ, ആഡ്ജക്റ്റീവാണ്. ആഡ്ജക്റ്റീവാണ് വരിക. ആഡ്ജക്റ്റീവ്. നാമവിശേഷണമാണെന്ത്? ആഡ്ജക്റ്റീവ്. നെക്സ്റ്റ് നോക്കാം. ടോം സെഡ് ഐ ആം ലീവിങ് ഫോർ മദ്രാസ് ടുമോറോ. റിപ്പോർട്ട് ദ സ്പീച്ച്. റിപ്പോർട്ട് ചെയ്യാൻ, മറ്റൊരാൾ പറയുന്നത് പോലെ ആക്കാൻ. അപ്പോൾ എങ്ങനെ വരുന്നു? ടോം സെഡ് ദാറ്റ് അല്ലേ. ടോം സെഡ് ദാറ്റ് ഹി ക്യാൻ ലീവിങ്. ലാസ്റ്റ് വൺ. ടോം സെഡ് ദാറ്റ് ഹി വാസ് ലീവിങ് ഫോർ മദ്രാസ് ദ നെക്സ്റ്റ് ഡേ. ഹി വാസ് ലീവിങ് ഫോർ മദ്രാസ് ദ നെക്സ്റ്റ് ഡേ. ടുമോറോ, ദ നെക്സ്റ്റ് ഡേ ആയിട്ട് മാറും. ഐ ആം ലീവിങ് എന്നുള്ളത് എന്താണ്? ഹി വാസ് ലീവിങ് അല്ലേ. ഹി വാസ് ലീവിങ് നായി. ഹി വാസ് ലീവിങ് മദ്രാസ്. ഹി വാസ് ലീവിങ് ഫോർ മദ്രാസ് ദ നെക്സ്റ്റ് ഡേ. ദ ടോം സെഡ് ദാറ്റ് ഹി വാസ് ലീവിങ് ഫോർ മദ്രാസ് ദ നെക്സ്റ്റ് ഡേ. ചെറിയ ചെറിയ ടെക്നിക്സുകൾ ഉപയോഗിച്ച് വേണം ചെയ്യുക. നെക്സ്റ്റ്, കറക്റ്റ് വേർഡ് എമംഗ് ദ ഫോളോയിങ് സീരീസ്. കറക്റ്റ് വേർഡ് എമംഗ് ദി ഫോളോയിങ് സീരീസ്. ഏതാണ് കറക്റ്റ് വേർഡ്? ഏതാ വരുന്നത് ഇവിടെ? ക്യൂ. ഐ കുഡിൻറ്റ് ടോളറേറ്റ് ഹെർ ബിഹേവിയർ. ഐ കുഡിൻറ്റ് ടോളറേറ്റ് ഹെർ ബിഹേവിയർ. അതിൻ്റെ ടോളറേറ്റിൻ്റെ ഫ്രേസൽ വെർബ് ഫോർ ദി അണ്ടർലൈൻഡ് വേർഡ്. ഫ്രേസൽ വെർബ് ഏതാണ്? പുട്ട് അപ്പ് വിത്ത്. ടോളറേറ്റ് എന്താണ്? പുട്ടപ്പ് വിത്ത്. പുട്ടപ്പ് വിത്ത്. ടോളറേറ്റ് പുട്ടപ്പ് വിത്ത്. അങ്ങനെ ഫ്രേസൽ വെർബ് കുറേശ്ശെ ഉണ്ടാവും. അതിങ്ങനെ എഴുതിയെടുത്തിട്ട് പഠിക്കണം. മൈ ബ്രദർ വർക്ക്സ് ഇൻ എ ലാർജ് ഓഫീസ് ഡാഷ് ഐ വർക്ക് ഓൺ മൈ ഓൺ അറ്റ് ഹിം. മൈ ബ്രദർ വർക്ക്സ് ഇൻ എ ലാർജ് ഓഫീസ് ഡാഷ് ഐ വർക്ക് ഓൺ മൈ ഓൺ അറ്റ് ഹോം അല്ലേ. എൻ്റെ ബ്രദർ ലാർജ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ സ്വന്തം മൈ ഓൺ അറ്റ് ഹോം, ഹോമിലാണ് ജോലി ചെയ്യുക. ആൻസർ എന്താണ്? വേറാസ് അല്ലേ. വെച്ചെങ്കിൽ ഞാൻ ഇവിടെയാണെന്നുള്ളതാണ് വേറാസ് വന്നേക്കുന്നത്. ഷീ സിറ്റ്സ് ഡാഷ് ആൻ ആം ചെയർ. യൂസ് അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ. ഷീ സിറ്റ്സ് ആൻ ആം ചെയർ. ഇൻ an armchair. She has hit the nail on the head while speaking to her relatives. Find out the meaning of the underlined idiom. Hit the nail on the head ൻ്റെ ഇഡിയമിൻ്റെ മീനിങ് എന്താ? ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. അതിൻ്റെ മീനിങ് എന്താ വരിക? സെഡ് എക്സാക്ട്ലി ദ റൈറ്റ് തിങ്. സെഡ് എക്സാക്ട്ലി ദ റൈറ്റ് തിങ്. സെഡ് എക്സാക്ട്ലി ദ റൈറ്റ് തിങ്. ഫസ്റ്റ് വൺ, സെഡ് എക്സാക്ട്ലി റൈറ്റ് തിങ്. നെക്സ്റ്റ്, ഐ ഡാഷ് a lot of friends while I was working in Bombay. I dashed a lot of friends while I was working in Bombay. Met was meeting. See, mates and meet. ഇത് വരും. I dashed a lot of friends while I was working in Bombay. പണ്ട് എന്താണ്? met. Next, had I known this. Had I known this. Had I known this, I would have kept him at a distance. Had I known this, I would have kept him at a distance. Known. No അല്ല, known past participle വന്നു. I would have kept him. The old man who
lives in my neighborhood is dash university professor. Preposition ആണോ? ആർട്ടിക്കിൾ അല്ലേ? എ ആൻഡ് ദ ഏത് വരുന്നു അവിടെ? എ അല്ലേ? എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ. എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ. എ യൂസ്ഫുൾ അല്ലേ? അങ്ങനെ ഇപ്പോൾ നമ്മൾ അവിടെ കൺഫ്യൂഷൻ വരുന്നത് യു എ ഇ ഐ ഒ യു എന്നൊക്കെ പറയില്ല, അതുകൊണ്ടല്ലേ കൺഫ്യൂഷൻ വരിക. അപ്പോൾ പക്ഷേങ്കിൽ ആ യൂണിവേഴ്സിറ്റിക്ക് അവിടെ എ ആണ് ചേർക്കുക. അതുപോലെ യൂസ്ഫുൾ, യൂണിയന് അല്ലേ? അങ്ങനെ കുറേ വാക്കുണ്ട്. യൂണിയന്, യൂസ്ഫുൾ, അതുപോലെ യൂറോപ്യൻ, യൂറോപ്പിന് അതൊക്കെ എ ആണ് വരിക തൊട്ട് മുന്നിൽ. നെക്സ്റ്റ്, ദ പ്രിഫിക്സ് ആൻറ്റി ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്. പ്രിഫിക്സ് ആൻറ്റി ഏതാണ്? എഗെയിൻസ്റ്റ്. Against. There are plans to rebuild the town hall, but it dash not happen for another 5 years. Another 5 years. May an answer. May. Ram and Shyam are friends. The former is short, but the dash is very stout. The former is short, but the latter is very stout. Latter is very stout. The former and latter. Either Rajesh or his friends, either Rajesh or his friends dash come. Either Rajesh or his friends dash come. ഏതാണ് വരിക? ഹാവ് എയ്തർ ഓറും ഒക്കെ വരുമ്പോൾ എന്താണ് വരിക? എയ്തർ ഓറ്, നെയ്തർ നോർ അല്ലേ? ഒക്കെ ചേർക്കുമ്പോൾ എന്താണ്? സബ്ജക്റ്റ് യോജിപ്പിക്കുകയില്ല. അവിടെ എന്താ ചേർക്കുക? രണ്ടാമത്തെ എന്തായിരിക്കണം? രണ്ടാമത്തെ സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കണം വെർബ് അല്ലേ? എയ്തർ ഓറ്, നെയ്തർ ഓറൊക്കെ വരുമ്പോൾ എന്താണ്? രണ്ടാമത് സബ്ജക്റ്റ് അനുസരിച്ചായിരിക്കണം എന്ത് ചേർക്കുക? അതിൻ്റെ വെർബ് ചേർക്കുക അല്ലേ? ഇവിടെ ഇപ്പോൾ രണ്ടാമത് ഹിസ് ഫ്രണ്ട്സ് സിംഗുലറാണ്. ഹാവ് കം. ദ മീനിങ് ഓഫ് ദി ടേം നോട്ട് ആ ബീൻ. നോട്ട് ആ ബീൻ്റെ മീനിങ് എന്താണ്? നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടൻറ്റ്. നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടൻറ്റ്. നോട്ട് ആ ബീൻ, നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടൻറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദം അല്ലേ? എന്താണ് വരുന്നത്? മണ്ടത്തം. മണ്ടത്തം. തദ്ധിതം എന്താണ് വരുന്നത്? മണ്ടത്തം. തദ്ധിതം എന്താണ്? നാമങ്ങളിൽ നിന്നും ഞാൻ പറയാൻ വിട്ടുപോയി, അതിൽ കിട്ടിയില്ല എനിക്ക്. നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമശബ്ദങ്ങളെ പറയുന്ന പേരാണെന്ത്? തദ്ധിതം. നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമശബ്ദങ്ങളെ പറയുന്ന പേരാണ് തദ്ധിതം എന്ന് പറയാം. അങ്ങനെ കുറേ എണ്ണം ഉണ്ട് തദ്ധിതം. അങ്ങനെ കുറേ എക്സാമ്പിൾ പറഞ്ഞു. വെണ്മ, നന്മ, പുതുമ, കാടത്തം, കുട്ടിത്തം, വേറെയുണ്ട് മടിയൻ, പിശുക്കൻ, തടിയൻ, കിഴക്കൻ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കണ്ടവൻ, കണ്ടതൊക്കെ തദ്ധിതത്തിന് ഉദാഹരണങ്ങളാണ്. സംഖ്യാതത്വം എന്ന് പറയുമ്പോൾ അത് മൂവർ, ഒരുവൾ എന്നൊക്കെ പറഞ്ഞ സംഖ്യാതത്വമാണ്. അപ്പോൾ തദ്ധിതം പറയുമ്പോഴത്തെ ഏതാണ്? മണ്ടത്തം അല്ലെ? കുട്ടിത്തം വരുന്ന എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. കുട്ടിത്തമുണ്ട്, കാടത്തമൊക്കെ എക്സാമ്പിൾ, വെണ്മയും എക്സാമ്പിളാണ്. ഇവിടെ നമുക്ക് എന്താണ്? മണ്ടത്തമാണ് തദ്ധിതത്തെ ഉദാഹരണമായിട്ട് വന്നേക്കുന്നത്. ഇനി ഇത് തന്നിരിക്കുന്ന ചിഹ്നത്തിൻ്റെ പേരെന്താണ്? എന്താണ് ചിഹ്നത്തിൻ്റെ പേര്? ഭിത്തിക അല്ലേ? ഭിത്തിയിൽ എഴുതി വെക്കാം, നമുക്കിങ്ങനെ കുത്തിടാം. ഭിത്തിക അല്ലേ? ഭിത്തിക ചിഹ്നം അല്ലേ? ഭിത്തിക എന്ന് പറയും. വിക്ഷേപിണി എന്തോ ഇങ്ങനെ അല്ലേ? വിക്ഷേപിണി ഇങ്ങനെ വരച്ചിട്ട് കുത്തുന്നതാണ് വിക്ഷേപിണി എന്ന് പറഞ്ഞാൽ. വിക്ഷേപിണി. ഈ കോമ എന്താ? വിശ്ലേഷണം. കോമ പോലെ കേട്ടോ, ഞാൻ വരച്ചിട്ടാകാത്താണ്. കോമ, വിശ്ലേഷം. വികലമല്ലാത്ത പ്രയോഗം ഏതെന്ന് തിരിച്ചറിയും. വികലമല്ലാത്ത പ്രയോഗം ഏതാണ്? ഇവിടെ നോക്കാം. സമകാലികൻ. കോടിമുണ്ട്. ഇതിൽ അടിവരയിട്ട കോടി അതിൻ്റെ അർത്ഥം കണ്ടെത്തുക. കോടിമുണ്ടെന്ന് പറയുമ്പോൾ നല്ല പുതിയ മുണ്ടല്ലേ? നമുക്കറിയാം പുതിയ മുണ്ട്. തനാശി പാടുക എന്നർത്ഥം വരുന്നത്. ഇതൊക്കെ റിപ്പീറ്റ് പിന്നെ വന്നിട്ടല്ലേ? തനാശി പാടുക മീൻസ് അവസാനിക്കുക. ഉമ്മാച്ചുലെ കഥാപാത്രം ഇവിടെ മായനായിരുന്നു. ആശാമേനു തൂലിക നാമ. ആശാമേനൻ ആരാണ്? കെ ശ്രീകുമാർ. ആശാമേനോൻ കെ ശ്രീകുമാർ അല്ല, ആരാണ്? കെ ശ്രീകുമാർ. നെക്സ്റ്റ് നോക്കാം.
ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? ചെമ്മനം ചാക്കോ. രാജപാത. നോക്കട്ടെ, ഇപ്പം വരുമോ? വരാം. വാസ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക്. മലയാളം. വാസ് ഡേർട്ടി ലിനൻ. വിഴുപ്പലക്ക് കേട്ടോ, വിഴുപ്പലക്ക്. സ്വന്തം ഇതണക്കുന്ന നമ്മുടെ കുറ്റങ്ങൾ പറയുന്ന വിഴുപ്പലക്ക്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുടെ, നമ്മുടെ ബന്ധുക്കൾ, സ്വന്തക്കാരുടെ കുറ്റങ്ങൾ പറഞ്ഞലക്ക് വിഴുപ്പലക്കുക എന്ന് പറയും. കുടുംബക്കാരുടെ കാര്യങ്ങൾ പുറത്ത് കുറ്റം പറഞ്ഞടക്കുന്നതാണ് വിഴുപ്പലക്കുക എന്നൊക്കെ പറയും. ഹോം ട്രൂത്ത്. ഹോം ട്രൂത്ത് എന്ന് പറയുമ്പോൾ അപ്രിയ സത്യം. ഓക്കെ, 100 ക്വസ്റ്റ്യൻസ് അതായി കഴിഞ്ഞു. സോ നെക്സ്റ്റ് 2017 സീരീസ് വരുമ്പോൾ അത് വരുന്നുണ്ട്. എല്ലാവരും കാണാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാം. So thank you for watching and see you again. Thank you.